കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ്. മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി. സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി. ഇപ്പോൾ അനുരാഗ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുരാഗ്, ജാതി അധിക്ഷേപത്തിന് പിന്നാലെ ഇപ്പോൾ മരുമകൾ ഇപ്പോൾ സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് കൂടെ പറയുകയാണ്. സ്ത്രീധന പീഡന കേസും കൂടെ ഫയൽ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ. കലാമണ്ഡലം സത്യഭാമയുടെ കപടമുഖം വീണ്ടും പുറത്തു വരികയാണ്. നേരത്തെ തന്നെ ഇത് കേസ് നൽകിയിട്ടുള്ളത് 2022 നവംബർ 2-ാം തീയതിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ഈ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ശാരീരികവും മാനസികവുമായി സ്ത്രീധനത്തിനായി ശാരീരികവും മാനസികവുമായി തന്നെ ഈ മരുമകളെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമായി തന്നെ പറയുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ, FIRൽ പറയുന്ന കാര്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ തന്നെയാണ്. 35 പവൻ നേരത്തെ തന്നെ സ്ത്രീധനമായി ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ ഇവർ കൈക്കലാക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ സ്ത്രീധനം വേണമെന്ന കാര്യത്തിൽ മാനസികമായി ഈ മരുമകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. 10 ലക്ഷം രൂപ അധികം വേണം, സ്ത്രീധനമായി തന്നെ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. അത് മാതാപിതാക്കളോട്, അതായത് മരുമകളുടെ മാതാപിതാക്കളോട് ആവശ്യപ്പെടണമെന്ന് നിരന്തരം മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു, സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. അതിനൊപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന്, ഈ മരുമകളുടെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ വീടും വസ്തുവും ഇവരുടെ മകൻ അനൂപിന്റെ പേരിൽ എഴുതി നൽകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടു. അത് വിസമ്മതിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പിന്നീട് ഈ മരുമകളുടെ വീട്ടിൽ തന്നെയാണ് അവർ താമസിച്ചത്. ഒരു ഘട്ടത്തിൽ ഈ അവരുടെ മാതാപിതാക്കളും മരുമക്കളും ചേർന്ന് വീട്ടിലേക്ക് വരികയും ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ താലി പൊട്ടിച്ച് തൻ്റെ മകൻ്റെ താലി നിന്റെ കഴുത്തിൽ വേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് പറയുകയും താലി പൊട്ടിക്കുകയും ആ മരുമകളുടെ മുഖത്ത് ആഞ്ഞു തന്നെ അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് FIRൽ പറയുന്ന ഗൗരവതരമായ കാര്യം. ഈ FIR പകർപ്പിൽ കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2022 നവംബർ 2-ാം തീയതിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഇതിൻ്റെ ചാർജ് ഷീറ്റ് പോലീസ് നൽകിയിട്ടും. നിലവിൽ 1-ാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും 2-ാം പ്രതി സത്യഭാമയും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ FIRൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തത് സത്യഭാമ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇരുവരും മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അനുരാഗ്, ഇപ്പോൾ FIRൽ നിന്ന് മനസ്സിലാക്കുന്നത് സത്യഭാമയ്ക്ക് പുറമെ മകൻ അനൂപിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണോ? തീർച്ചയായും 2 പേരാണ് ഈ കേസിൽ പ്രതിയായുള്ളത്. 1-ാം പ്രതി സത്യഭാമയുടെ മകൻ അനൂപും 2-ാം പ്രതി സത്യഭാമയും എന്നുള്ളത് തന്നെയാണ്. ഇതിൽ FIRൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സത്യഭാമ ചെയ്തതാണ്. കാര്യം തുടക്കത്തിൽ 35 പവൻ ഇവർ കൈക്കലാക്കി. പിന്നീട് 10 ലക്ഷം രൂപ കൂടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. നിരന്തരം മാനസികമായി പീഡിപ്പിക്കുന്നു, സമ്മർദ്ദം ചെലുത്തുന്നു. 10 ലക്ഷം രൂപ വാങ്ങണം എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് തന്നെ പറയുന്നു. അതിനൊപ്പമാണ് ഈ മരുമകളുടെ മാതാപിതാക്കളുടെ വീടും വസ്തുവും മകൻ്റെ പേരിൽ എഴുതി നൽകണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുന്നു. അത് വിസമ്മതിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് വിസമ്മതിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അവർ ഈ മരുമകളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ഈ അവരുടെ കുടുംബം ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വരുമ്പോഴാണ് അവരുടെ മുന്നിൽ തന്നെ വെച്ച് ഇവരുടെ താലി പൊട്ടിക്കുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ആ കുടുംബത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മരുമകൾ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായി അന്വേഷണം നടത്തി കോടതിയിൽ പോലീസ് ചാർജ് ഷീറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം നേടി കഴിയുകയാണ് ഇരുവരും നിൽക്കുന്നത്. എന്തായാലും നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതി അധിക്ഷേപം നടത്തുന്നത് വലിയ ആഠ്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച സത്യഭാമയുടെ കപടമുഖം അത് എന്തായാലും കൂടുതൽ പുറത്തു വരികയാണ്. ഈ മരുമകളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് ഇപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയമാണ്, സത്യഭാമയെ ഭയമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോഴും അവർ പറയുന്നത്. കോടതിയിൽ പോയി സംസാരിക്കുമ്പോൾ പോലും വക്കീലിന് മുന്നിൽ നിന്ന് പോലും ഇവർ വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭയമാണ് ഇവർക്കെതിരെ സംസാരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴും ഈ മരുമകൾ പറയുന്നത്. ആ തരത്തിൽ ഒരു ക്രൂര മുഖമുള്ള, അല്ലെങ്കിൽ ക്രൂര കൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന, മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സത്യഭാമ എന്നുള്ളത്. അവരുടെ ശരീരഭാഷയൊക്കെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്ത് ചെയ്താലും അതിൽ ഉറച്ചു നിൽക്കുന്നത്, തെറ്റാണെന്ന് ബോധ്യമായാൽ പോലും അത് സമ്മതിക്കാതെ അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ കടന്നാക്രമിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്
സത്യഭാമ എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ അവരുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ തന്നെയാണ് കുടുംബം കൂടി പ്രതികരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ 2022 രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ്. 5 ദിവസം മാത്രമാണ് ഈ മരുമകൾ വീട്ടിൽ താമസിച്ചത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ 5 ദിവസം കൊണ്ടാണ് ഇത്രയും മാനസികമായും ശാരീരികമായും തന്നെ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് അവർ പ്രതികരിക്കുന്നത്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരിട്ട് പ്രതികരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. കാരണം സത്യഭാമയെ ഭയം എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ശരി, ജാതി അധിക്ഷേപത്തിന് പിന്നാലെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ഇപ്പോൾ സ്ത്രീധന പീഡന കേസും മകൻ അനൂപിന്റെ ഭാര്യയുടേതാണ് പരാതി. സ്ത്രീധനത്തിനായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതാണ് പരാതി. വിശദാംശങ്ങളാണ് അനുരാഗ് നൽകിയത്.